ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്. ആദ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും പിന്നെ നല്ല കട്ട തൈരും കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. അപ്പോൾ രാവിലെ തന്നെയാണ് ബിരിയാണി ആക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണി ആക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണി നമ്മളുടെ സ്റ്റൈലിൽ വെക്കുന്നത് റെസിപ്പി ഇടാൻ, അതും കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഉള്ളി ഒന്ന് എടുത്തിട്ടുണ്ട്, മുറിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പച്ചമുളക് ഒരു 5-6 എണ്ണം എടുക്കുക, നല്ല എരിവിന് ആവശ്യമുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ലോണം അരച്ചതാ ഇതുപോലെ ചതച്ചെടുത്തിട്ട് വരിക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചത് ഫ്രീസറിൽ വെച്ചതാ കട്ട. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ അരപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പീസും എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുക, അതും ഇട്ടുക. എന്നിട്ട് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ പെരക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാ നാട്ടിലും ഓരോ ടൈപ്പിലായിരിക്കുമല്ലേ വെക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വിടാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഗരം മസാലയും കൂടി ഇടുക. ആദ്യമേ തക്കാളി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അങ്ങനെയും നമ്മൾ വെക്കലുണ്ട്. ഇനി ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മളാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആവശ്യത്തിന് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വറുത്തെടുക്കുക. അത് വറുത്തിട്ട് കോരി മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പൂ, കറുവപ്പട്ട, നമ്മൾ എന്തൊക്കെ ബിരിയാണിയിൽ ഇടുന്ന അതെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കഴുകി വെച്ചിട്ടുള്ള അരി, അഷ്റഫ് അരി ആണെങ്കിൽ അഷ്റഫ് അരി, ഏതാണ് നിങ്ങൾ നെയ്ച്ചോറിൻ്റെ അരി യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ നെയ്യും വെളിച്ചെണ്ണയിലും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല കുറച്ചും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു അരിയിലേക്ക് നമ്മളിനി വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം. 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് 1 ഗ്ലാസ് അരിക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബിരിയാണിയിൽ ഇടുന്ന ഒരു നീളത്തിലുള്ള ഇലയുണ്ടല്ലോ, നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന ഇല എന്നാ പറയല്ലേ, അത് 2 എണ്ണം പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിനെ മൂടി അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ നെയ്ച്ചോറ് റെഡിയായി കിട്ടും. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്ച്ചോറിന് കളർ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെയ്ച്ചോറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്, നമ്മൾ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ അത് തുറന്നിട്ടുണ്ട്. ഒരു ഉരുളി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ബേസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്നറിയാം, ദമ്മാക്കാൻ വേണ്ടിയിട്ട്. ഇനി നെയ്ച്ചോറ് നമുക്ക് കുറച്ച് കോരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചതിൻ്റെ അകത്ത് പകുതി ഇപ്പം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അടുത്ത ട്രിപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം ആക്കി വെച്ചിട്ടില്ലേ അത് ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉറ്റിച്ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറ് നല്ലൊരു ബിരിയാണിക്ക് നല്ലൊരു കളർ വേണമല്ലോ. ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. സ്പൂണിലെടുത്തിട്ട് ഇതുപോലെ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിൽവർ ഫോയിൽ, അലുമിനിയം ഫോയിലെ കൊണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഏറ്റവും താഴ്ന്ന തീയിൽ 5 മിനിറ്റ് നമുക്ക് ദമ്മിന് വെക്കാം. എന്നിട്ട് ദമ്മ് പൊട്ടിക്കാം. ആകുമ്പോഴത്തേക്ക് പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ ഭാഗം ജസ്റ്റ് ആ കളറെല്ലാം ഒന്ന് മിക്സായി വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം, നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വലിയ പീസുകൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പീസ് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളുടെ കണ്ണൂർ സ്റ്റൈൽ ഞങ്ങളുടെ ബിരിയാണി. പിന്നെ ബീട്രൂട്ട് അച്ചാറാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളി രാവിലെ തന്നെ ചിക്കൻ ബിരിയാണി തിന്നാം. ബിരിയാണി എന്ത് വന്നാലും എനിക്ക് ചിക്കൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോന്ന്, അതുപോലെ ചിക്കൻ ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഏത് നാട്ടുകാരാണെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കുറച്ചായിട്ട് ഇങ്ങനെ കഴിച്ചു. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കൂട്ടി തന്നാൽ ബിരിയാണിക്ക് എന്ത് ടേസ്റ്റാണ്. ഫുൾ ടൈം അച്ചാർ കൂട്ടിക്കൊണ്ടിരിക്കില്ല, ഇടയ്ക്ക് നമ്മളൊന്ന് അച്ചാർ കൂട്ടും. അന്നേരം ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ് അല്ലേ അച്ചാറെല്ലാം കൂട്ടുമ്പം. പിന്നെ ഉച്ചക്കത്തേക്ക് ഹൈദരാബാദി ബിരിയാണി എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഫേമസ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ലേ അറേബ്യയിൽ നിന്ന്
ഹൈദരാബാദി ബിരിയാണിയാണ് വാങ്ങിയിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചു മറ്റേ ഡുണ്ടുകുൽ തലപ്പാക്കട്ടി ബിരിയാണി ഇല്ലേ അത് വാങ്ങിക്കാം. പിന്നെ വിചാരിച്ച് ഹൈദരാബാദി ബിരിയാണി വാങ്ങിക്കാം. അത് കഴിച്ചിട്ടുണ്ട്, ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടമുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു പാക്കറ്റ് അച്ചാറുണ്ട്. ഈ ഒരു പാക്കറ്റ് അച്ചാർ ഭയങ്കര കയ്പ്പായിരിക്കും, അത് എല്ലായിടത്തുനിന്നും കിട്ടുന്നതാണ്. പിന്നെ ഒരു ബോക്സ് സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. കാരണം ഇതൊരു വലിയ റൈസിൻ്റെ ബിരിയാണി അല്ലേ, എനിക്ക് അങ്ങനെയുള്ള ബിരിയാണി ഒന്നും ഇഷ്ടമല്ല. ചെറിയ റൈസിൻ്റെയാണ് കണ്ണൂർ നമ്മൾ ആ മലബാർ സൈഡിലോട്ടെല്ലാം കൂടുതൽ ഉണ്ടാവുന്നത്. നമ്മൾ അങ്ങനത്തേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക് തിന്നാൻ കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുക്കുന്നുണ്ട്, പിന്നെ അതിനകത്ത് കയറി തപ്പി ചിക്കൻ്റെ പീസ് എടുക്കുന്നുണ്ട്. ഒരു പീസാണ് ഉള്ളത്, ഒരു വലിയ പീസ്. അപ്പോൾ അതെടുത്ത് അതും വെച്ച് കുറച്ചും കൂടി ചോറ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉണ്ട്. പപ്പടം എടുക്കുന്നുണ്ട് അതിനിടയിൽ. പപ്പടം എന്നാൽ എന്തോ ഒരു ഓയിലാക്കിയതാവും, എന്തോ ഒരു ചൊവയുണ്ടായിന്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേങ്കിൽ പെട്ടെന്ന് വയറ് നിറയും. വലിയ റൈസ് ആയതുകൊണ്ട് കുറച്ച് തന്നെ തിന്നുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായിരിക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ട് വേവാത്തതുപോലെ ഒരു തോന്നൽ. ഈ ഫ്രൈഡ് റൈസ് എല്ലാം ആക്കി കഴിയുമ്പോൾ ഒരു തുരുതുരു പോലെ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ടായിരുന്നേ തിന്നുമ്പോഴത്തേക്കും. എന്നാലും കുഴപ്പമില്ല. ആദ്യം നെയ്ച്ചോറും ചിക്കനും കൂടിയിട്ട് കഴിച്ചു, പിന്നെ കുറച്ച് തൈരാക്കിയിട്ട് ചോറ് മാത്രം എടുത്തിട്ട് കഴിച്ചു. തൈരാക്കുമ്പോൾ ഞാൻ ചിക്കൻ കൂട്ടയില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ കുഴപ്പമില്ല. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പഴം കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് ഈ ഒരു ബിരിയാണി കഴിക്കുന്നത്. ഇത് ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഒന്നുമല്ല, ഫിഷ് ബിരിയാണിയാണ്. ചെമ്മീനും പിന്നെ തെരണ്ടിയും, അത് രണ്ടും കൂടിയിട്ടുള്ള മിക്സ് ആക്കിയിട്ടുള്ളൊരു ബിരിയാണി ആക്കിയത്. ഇത് നമ്മളുടെ സ്റ്റൈലിൽ തന്നെ ആക്കിയിട്ടുള്ളത്. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ഇരിക്കട്ടെ തെരണ്ടി ഇരിക്കട്ടെ എന്ന്. അങ്ങനെ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് തെരണ്ടിനെക്കാട്ടി ടേസ്റ്റ് ചെമ്മീനായിരുന്നു. അപ്പോൾ അത് നല്ലോണം കഴിച്ചു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 3 നേരം ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും നല്ല മടുപ്പാണ്. എല്ലാവർക്കും ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് വലിയൊരു ചാലഞ്ചായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് അച്ചാർ കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചിട്ടാണ് തിന്നിന്. മതിയായി എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ തിന്നിന്, കളയാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ കഴിച്ചു. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ ദിവസം കഴിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു ലൈമും കൂടി കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ബിരിയാണി ചാലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ലൈമിൽ ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ചാലഞ്ചസ് എല്ലാം ആയിട്ട് കാണാം. ടാറ്റാ.